വേനൽ കടുത്തതോടെ ജലസ്രോതസ്സുകൾ വറ്റിവരണ്ട കുളത്തൂപ്പുഴയിൽ കുടിവെള്ളക്ഷാമം നേരിടാൻ പഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ രംഗത്തെത്തി. നിലവിലുള്ള കുടിവെള്ള വിതരണ സംവിധാനം കാര്യക്ഷമമാക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. കനത്ത വേനലാണ് കുളത്തൂപ്പുഴയിൽ ഇത്തവണ അനുഭവപ്പെടുന്നത്. വേനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രദേശത്തെ കിണറുകൾ വറ്റിവരണ്ടിരുന്നു. പ്രദേശത്തെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ എർത്ത് ഡാമും വരൾച്ച നേരിടുകയാണ്. ഈ സ്ഥിതി തുടരുമ്പോൾ കുടിവെള്ളക്ഷാമത്തെ മറികടക്കാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടിയെടുക്കുന്നില്ലെന്ന് ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തി. പഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗ കോളനികളിലേക്ക് ജലവിതരണം നടത്തിയിരുന്ന പമ്പ് ഹൗസുകൾ പ്രവർത്തനരഹിതമാണ്. KSEBിക്ക് പണമടയ്ക്കാത്തതാണ് ഇതിനു കാരണം. വടക്കേ ചെറുകര, കടമാൻകോട് എന്നീ പ്രദേശങ്ങളിലേക്കുള്ള ജലവിതരണം മുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു. ഈ പ്രദേശങ്ങളിലേക്കുള്ള ജലവിതരണം പുനഃസ്ഥാപിച്ച് വരൾച്ചയെ മറികടക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചില്ലെങ്കിൽ ഡിവൈഎഫ്ഐ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് തിങ്ങൾക്കരിക്കം വില്ലേജ് സെക്രട്ടറി N. രാജ്കുമാർ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ കോളനികളിലേക്കുള്ള ജലവിതരണം മുടങ്ങിയിട്ട് അത് പുനഃസ്ഥാപിക്കുവാനോ ഈ വളരെ വലിയ വരൾച്ച മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ മറികടക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുവാനോ കഴിയാത്ത ഈ ഭരണസമിതി, ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാത്ത ഈ ഭരണസമിതിക്ക് ധാർമ്മികമായി ഭരണത്തിൽ തുടരുവാനുള്ള ഒരു അവകാശവുമില്ല എന്നാണ് പ്രദേശത്തെ യുവജന സംഘടനയുടെ പേരിൽ ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്. ഇതിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭ സമരങ്ങളുമായി വരും കാലങ്ങളിൽ ഡിവൈഎഫ്ഐ കൃത്യമായും ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വളരെ വലിയൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നാണ് ഡിവൈഎഫ്ഐക്ക് ഇതിൽ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.